സർ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ അനിൽകുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യമായി സീപ്ലെയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിന് എന്തോ ഒരു എതിർപ്പായിരുന്നു സർ. ഏതായാലും ഇപ്പോൾ മന്ത്രി ആ നയം മാറ്റിയതിൽ സന്തോഷമുണ്ട്. സീപ്ലെയിനിൽ നേരത്തെ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം സാർ. വേണ്ടത്ര ഹോംവർക്ക് അതിനകത്ത് നടന്നില്ല സാർ. യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല. പറയേണ്ട ഞങ്ങൾ പറയുക ചെയ്യും സാർ. മത്സ്യത്തൊഴിലാളികളുമായി കൃത്യമായൊരു ചർച്ച നടത്താനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, സീപ്ലെയിൻ്റെ ഓപ്പറേറ്റർ നിരവധി പരാതി പറഞ്ഞിരുന്നു. നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതൊക്കെ ഹോംവർക്ക് ചെയ്ത് പോകാനും ഡാം കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആലോചനയുടെ കാര്യത്തിൽ, ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള പോരായ്മ അതിനകത്തുണ്ട്. അത് മാറ്റിക്കൊണ്ട് ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് നല്ല നിലയിൽ തന്നെ നടപ്പിലാക്കി പോകാവുന്ന കാര്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും സഹകരിച്ച് അതിൽ മുന്നോട്ട് പോകാമായിരുന്നു. സീപ്ലെയിൻ കടലിൽ മാത്രമേ ഇറക്കാവുന്ന എവിടെയും നിയമത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞു പോകണ്ടല്ലോ. സീപ്ലെയിൻ ഡാമിൽ ഇറങ്ങി അതിലൂടെ സഞ്ചാരികൾ, യാത്രക്കാർ സഞ്ചരിക്കുന്ന നാടിന് ഗുണമാണോ ദോഷമാണോ? നാടിന് ഗുണമാണ്. നാടിന് ഗുണമായ കാര്യത്തിൽ അള്ളു വെക്കുന്ന പണി എന്തിനാണ് സാർ എടുക്കുന്നത്? അത് നാട് ഈ അള്ളു വെച്ച് എത്ര കാലം മുന്നോട്ട് പോകും? അതുകൊണ്ട് ഡാമിൽ സീപ്ലെയിൻ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേറ്ററായി ഈ സംസ്ഥാന സർക്കാർ, ടൂറിസം വകുപ്പ് മുമ്പിലുണ്ടാകും എന്നൊരു ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.